السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലും ഖൈറായ നിലയിൽ അവന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഷമീമ അബൂബക്കർ സിദ്ദീഖ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും മരണപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം കബറിടത്തെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലാഹുദ്ദീൻ പോത്തൻകോട് കുടുംബത്തിന് വേണ്ടിയും ശരീരസുഖത്തിന് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിലുള്ളവർക്ക് ഏതെല്ലാം തരത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഷീർ എന്ന സഹോദരൻ ഉരുൾപൊയ്ക മരണപ്പെട്ടു പോയ ഉമ്മ ആരിഫ ബീവിക്ക് വേണ്ടിയും പാപ്പ ഷാഹുൽ ഹമീദിന് വേണ്ടിയും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിന്റെയും പിതാവിന്റെയും ഖബറിടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിമ വെഞ്ഞാറമോട് കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതയും രോഗങ്ങളെല്ലാം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തൊഴിലുകളിൽ കച്ചവടങ്ങളിൽ എല്ലാവിധ ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും ആ രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين. حمدا طيبا مباركا فيه على كل حال. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم وصل وبلغ مثل الثواب ما قرأناه من القرآن العظيم. هذه هدية واسلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا ومنجينا ومرشدنا ومصطفى محمد صلى الله عليه وسلم.
اللهم ارزقنا في الدنيا زيارته وفي المنام مصافحته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حظه المورود واحشرنا غدا تحت ظل لوائه الموقود وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين. اللهم أفض علينا من فيوضاتهم وأسرارهم وبركاتهم وعلومهم بالدين والدنيا والآخرة. اللهم أمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقهم وبجاههم وببركاتهم وبكراماتهم يسر عسيرنا وسهل أمورنا واشف أمراضنا وحسن مرادنا وادفع بلياتنا وأد ديوننا وارحم موتانا يا أرحم الراحمين. അല്ലാഹു യാ റഹ്മാനു റഹീമുമായ ദയാലുവായ കരുണയുള്ള കൃപയുള്ള റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കി അനുഗ്രഹിക്കണം അല്ലാഹ്. ഇതിലും ഖൈറായ നിലയിൽ നിന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോയ, അറിയാതെയും അറിഞ്ഞുകൊണ്ടും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹുവേ നിന്റെ മഹത്തരമായ ഫദ്ല് കൊണ്ട് നീ പുറത്തു നൽകണം അല്ലാഹ്. ഈ പാപികളായ ഞങ്ങളുടെ പാപങ്ങളെ നീ പൂർണ്ണമായും പുറത്തു നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്ന കരങ്ങളെ നീ പൂർണ്ണമായും സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾക്ക് ചോദിക്കാനില്ല റഹ്മാനെ, നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, വിശിഷ്യ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കുടുംബത്തിൽപ്പെട്ട മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിടത്ത് നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹു റഹ്മാനു റഹീമുമായ നാഥ, അവരോടൊപ്പം നാളെ നിന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഏവരെയും നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റും ധാരാളം ആളുകൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റഹ്മാനെ. വേദനാജനകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റഹ്മാനെ. സ്വന്തമായി ഒരു കാര്യം പോലും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും ആരോഗ്യം നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്, സിഹത്ത് നൽകണം അല്ലാഹ്. സർവോപരി നിന്റെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈമാൻ ഉറപ്പോട് കൂടി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. കലിമത്തുൽ തയ്യിബ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോയെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ ഉറപ്പോട് കൂടി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം അല്ലാഹുവേ, ഞങ്ങളുടെ ദുനിയവിയായ ജീവിതം നീ സന്തോഷപൂർണ്ണമാക്കണം അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്, സ്വസ്ഥത നൽകണം അല്ലാഹ്, അഭിവൃദ്ധി നൽകണം അല്ലാഹ്. നിന്റെ ഹലാലായ സമ്പത്തിൽ നിന്നും ധാരാളം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അത് നിന്റെ പരിശുദ്ധമായ ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടി ജീവിതകാലം മുഴുവനും ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അതിനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഏതൊരവസ്ഥയിലായിരുന്നാലും ഏതൊരു സന്ദർഭത്തിലായിരുന്നാലും നിന്നെ ഇബാദത്ത് ചെയ്യാൻ മറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. നിന്നെ ഇബാദത്ത് ചെയ്യുന്ന, നിന്നെ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്ന നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇഷ്ടം വെക്കുന്ന, അല്ലാഹുവേ, പ്രണയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവരുടെ കുടുംബങ്ങളെല്ലാം നീ ഐശ്വര്യം പ്രദാനം ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നീ ഷാഫിയാണല്ലോ റഹ്മാനെ, നീ കാഫിയാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ സംബന്ധിച്ച്, അവരുടെ കുടുംബത്തിലെ അവസ്ഥകളെ സംബന്ധിച്ച്, മാനസികമായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള
കഴിവുള്ളവൻ നീ തന്നെയാണല്ലോ റഹ്മാനെ. അവർക്കുള്ള പരിഹാരം നീ തന്നെ കണ്ടെത്തി നൽകണം അല്ലാഹ്. അവരുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും നീ സബലീകരിച്ച് നൽകണം അല്ലാഹ്. ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹു അവരിൽ കുടുംബത്തിൽപ്പെട്ട മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറക്കണം അല്ലാഹ്. പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ നീ ഉറക്കണം അല്ലാഹ്. നമ്മുടെയും അവരുടെയും എല്ലാം ഖബർ ശിക്ഷയിൽ നീ ഇളവ് നൽകണം അല്ലാഹ്. എളുപ്പം നൽകണം അല്ലാഹ്. മോചനം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ സ്വർഗം കൊണ്ട് വാജിബാക്കണം അല്ലാഹ്. നരകത്തെ തൊട്ട് ഹറാമാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ വീട്ടുകാരിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ധാരാളം ആളുകൾ കടം കൊണ്ട് വലയുന്നുണ്ട് റഹ്മാനെ. അവരുടെ കടങ്ങളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഒരു സ്വന്തമായ ഭവനമില്ലാത്ത ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. അവർക്ക് ആ സ്വപ്നം, അവരുടെ ഭാഗ്യമായ അവരുടെ ആ ഭവനം നീ നൽകണം അല്ലാഹ്. ധാരാളം ആളുകൾ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട് റഹ്മാനെ. അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നല്ലൊരു ഇണയെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. അവർക്ക് നീ സ്വാലിഹീങ്ങളായ ഇണകളെ തമ്മിൽ ചേർക്കണം അല്ലാഹ്. സ്വാലിഹത്തായ ഭാര്യമാരെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനുർ റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഊട്ടി ഉറപ്പിക്കണം അല്ലാഹ്. കുടുംബങ്ങളെ നീ ഊട്ടി ഉറപ്പിക്കണം അല്ലാഹ്. കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. എത്ര കേട്ടാലും കണ്ടാലും മതിവരാത്ത ഇഷ്ടമുള്ള സ്നേഹമുള്ള പ്രണയമുള്ള ബന്ധങ്ങളാക്കി ഞങ്ങളുടെ ബന്ധങ്ങളെ നീ പരിവർത്തിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളുടെ നാടിനെ നീ ഹിദായത്തിന്റെ കേന്ദ്രമാക്കണം അല്ലാഹ്. ഈ സ്ഥാപനത്തിനെ നീ വളർത്തണം അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിന് ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ നീ നിലനിർത്തണം അല്ലാഹ്. ഈ സ്ഥാപനവുമായി ഏതെല്ലാം തരത്തിൽ ആരെല്ലാം സഹകരിക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങളെ നീ തട്ടിത്തെറിപ്പിക്കല്ലേ അല്ലാഹ്. പരിപൂർണമായ നിലയിൽ നീ സ്വീകരിക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب.